ഈ കുരുത്തങ്ങട്ടോ വിളിക്കുന്നുണ്ടല്ലോ. ഹലോ ഹലോ സുഭാഷേ, ആ എന്റെ പൈസയുടെ എന്തായി? എടാ പൈസ ഞാൻ തരാടാ. എപ്പ തരും നീ? അളിയാ ഞാൻ നാളെ തരാം പൈസ. നീ നാളെ തരാം മറ്റന്നാ തരാന്ന് പറഞ്ഞ കൊറേ നാളായി. എടാ നിനക്കറിയാലോ ഇപ്പൊ എന്റെ അവസ്ഥ. ഗൾഫിലെ ജോലി നഷ്ടപ്പെട്ടിട്ടാണ് നീ ഇവിടെ നിൽക്കുന്നത്. നീ എപ്പ പൈസ നീ പറയുന്നത്? അളിയാ നീ എന്റെ അവസ്ഥ മനസ്സിലാക്കുക. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. എന്റെ ജോലി പോയ കാര്യം ഞാൻ എന്റെ വീട്ടിലോ എന്റെ ഭാര്യനോടോ അവളുടെ വീട്ടുകാരോടോ ഒന്നും പറഞ്ഞിട്ടില്ല. നീ എങ്ങനെ പൈസ തരാം അത് പറ. എടാ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. എന്റെ ഭാര്യയുടെ സ്വർണ്ണം ഇടിരിപ്പുണ്ട്. ഇന്ന് രാത്രി 11 മണിക്ക് ഒരു കള്ളനെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവൻ വന്ന് മോഷ്ടിക്കും. ആ സ്വർണ്ണം എന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നാളെ രാവിലെ നിനക്ക് ആ പൈസ തരും. എന്തിനാടാ സ്വർണം മോട്ടിക്കുന്നത്? എന്റെ ഭാര്യയോട് ചോദിച്ചാ പോരെ? അതൊന്നും പറ്റൂലടാ. നമ്മള് വലിയ തറവാട്ടുകാരല്ലേ, അന്തസ് വിട്ട് കളിക്കാൻ പറ്റില്ല. പിന്നെ തറവാട്ടി പറഞ്ഞ പണിയല്ല ഇപ്പൊ കാണിച്ചോണ്ടിരിക്കണത്. നീ എന്റെ തറവാട്ടിന്റെ അന്തസ്സാണ് നോക്കണം. നിനക്ക് നിന്റെ പൈസയാണോ വേണ്ടത്? എനിക്ക് എന്റെ പൈസ വേണം. അപ്പൊ നീ മിണ്ടാതിരി. നാളെ രാവിലെ നിനക്ക് ആ പൈസ തന്നിരിക്കും. ഓക്കെ, അപ്പൊ കാശ് റെഡിയായി ഞാൻ രാവിലെ വിളിക്കാം. ഓക്കെ. അങ്ങനെ അവനൊരു വിധത്തിൽ സമാധാനമാക്കി. ഇനി ആ കള്ളനെ വിളിക്കണം, തങ്കപ്പനാ. വീഡിയോ കോൾ വിളിച്ചിട്ട് ഈ വീടൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം, അല്ലെങ്കിൽ രാത്രി ആവുമ്പോ ഒന്ന് കൊളാക്കും. ഹലോ തങ്കപ്പൻ. ഹലോ സുഭാഷ്. അതെ, എന്തോ ഞാൻ വിളിച്ചെന്താന്നറിയാമോ? ഞാൻ എന്റെ വീടൊന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി വിളിച്ചതാ. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ഇത് കാണണ്ട. ബെഡ്റൂമിന്റെ സൗന്ദര്യം ആസ്വദിക്കാനല്ല നിന്നെ വിളിച്ചത്. ഈ ബെഡ്റൂമിലാണ് നീ വന്ന് കേറേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഈ അലമാര കണ്ടോ? അത് ഈട്ടിയതേക്കോ? അല്ല, ഊട്ടി. എടാ ഈ അലമാരിക്കകത്താണ് സ്വർണം വെച്ചേക്കണത്. ഇത് കണ്ട സാധനം ഇരിക്കണണ്ട? ഗോൾഡ് ഇരിക്കണണ്ട? കൃത്യം രാത്രി 11 മണിയാവുമ്പോ നീ വരിക. അലമാരി ഞാൻ പൂട്ടിയിട്ടുണ്ടാവൂല. നീ വന്നിട്ട് സാധനം എടുക്കുക, വിട്ടുപോവുക. അല്ല, ഞാൻ വരുമ്പത്തേനും സുഭാഷ് ഏട്ടനും ഭാര്യ ഉണ്ടാവത്തില്ലേ? ഞങ്ങള് കിടന്ന് ഉറങ്ങണുണ്ടാവും. നീ അത് ശ്രദ്ധിക്കണ്ട. എന്റെ ഭാര്യ ഇവിടെ കിടപ്പുണ്ടാവും. അവളെ എങ്ങനെ നോക്കി കഴിഞ്ഞാൽ നിന്റെ കണ്ണു കുത്തിപ്പൊട്ടിക്കാൻ. വ്യാമോഹിപ്പിക്കുന്ന ഒന്നും ഉണ്ടാവരുത്. നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നീ നിന്റെ ജോലിയിൽ വ്യാപൃതനാവുക. എത്ര? 11 മണി. രാത്രി 11 മണിക്ക്. ഓക്കെ. എന്റെ ദൈവമേ, പകുതി സമാധാനായി. പക്ഷേ വേറൊരു കുഴപ്പമുണ്ടല്ലോ. രാത്രി 11 മണിക്ക് അവൻ ഇത് വന്ന് മോഷ്ടിക്കുമ്പോ അവൾ ഉറങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യും? പണിയുണ്ട്. ജ്യൂസിൽ അവൾക്ക് സ്ലിപ്പാവണ്. ഉറക്കക്കൂലി ഇട്ട് കൊടുക്കാം. അതാണോ കൊള്ളു. ഇപ്പൊ തന്നെ സെറ്റ് ചെയ്തേക്കാം.